അരമണിക്കൂർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് നല്ല പഴുത്ത ചക്കപ്പഴം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിന്ന് ഇവിടെ നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആദ്യമേ ഒരു വലിയ കടായി എടുക്കുക, അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ചക്കയെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 70 ഗ്രാം ശർക്കര പാനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്കയ്ക്ക് നല്ല മധുരമാണ്, അതുകൊണ്ട് തന്നെ ശർക്കര പാനിയുടെ അളവ് ഞാൻ കുറവാണ് ചേർത്തിരിക്കുന്നത്. ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾ കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. ഇനി ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചക്ക വരട്ടതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് വീണ്ടും ഇങ്ങനെ വരട്ടി കൊടുക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 6-7 ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചതോടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ ഇളക്കി ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജീരകവും ചുക്കും കൂടെ നന്നായിട്ട് വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കൂടാതെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ പൊന്നോ, ഇപ്പോൾ അടിപൊളി മണമാണ് കേട്ടോ. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിൽ ആ ചുക്കും ജീരകവും ഏലക്കയും ചക്കപ്പഴത്തിൻ്റെ എല്ലാം കൂടെ മണം അടിപൊളിയാണ്. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതേപോലെ പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമ്മുടെ ചക്ക വരട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എനിക്കൊരു 30 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടത് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.